sin dy by dx x is equal to at square, y is equal to 2at. എക്സ് ഒരു ഇക്വേഷൻ, വൈ വേറൊരു ഇക്വേഷൻ, രണ്ട് ഇക്വേഷൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഫോർമുലയാണ് ഉപയോഗിക്കുക. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. നമ്മൾ ഡി വൈ ബൈ ഡി ടി ആദ്യം കണ്ടുപിടിക്കാൻ പോകും. ഡി വൈ ബൈ ഡി ടി കണ്ടുപിടിക്കണം. അതിനായിട്ട് ഇതെടുത്ത് എഴുതുക. y is equal to 2at. y is equal to 2at dy by dt. ഇവിടെ ടിയെ നമ്മൾ എക്സ് പോലെ കരുതണം. വൈയും ടിയും കോൺസ്റ്റൻ്റ് അല്ല, അപ്പോൾ ടി വെച്ചാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. ഡി വൈ ബൈ ഡി ടി എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, അതുപോലെ ടിയുടെ ഡെറിവേറ്റീവ് 1 ആണ്. 2a × 1. അടുത്തത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡി എക്സ് ബൈ ഡി ടി. ഡി എക്സ് ബൈ ഡി ടി. ഇതിനായിട്ട് ഈ ഇക്വേഷൻ എടുത്തെഴുതുക. എക്സ് ഈക്വൽ ടു എ ടി സ്ക്വയർ. എക്സ് ഈസ് ഈക്വൽ ടു എ ടി സ്ക്വയർ ഡി എക്സ് ബൈ ഡി ടി. ഇവിടെ എക്സും ടിയും കോൺസ്റ്റൻസ് അല്ല, അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x വെച്ച് ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2t. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എഴുതണം. 2x പോലെ 2t എന്ന് എഴുതിയാൽ അപ്പോൾ 2at. ഇനി ഈ ഇക്വേഷനകത്ത് കൊടുക്കുക. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. ഡി വൈ ബൈ ഡി ടി കിട്ടിയത് എത്രയാണെന്നോ? കിട്ടിയത് 2a × 1, അതായത് 2a ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി 2at എന്നാണ് കിട്ടിയത്. അതുകൂടെ 2at. ഇപ്പോൾ 2aയും 2aയും കൂടെ പോയിട്ട് ആൻസർ 1/t എന്ന്. ഫൈൻ ഡി വൈ ബൈ ഡി എക്സ് എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ. വൈ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. രണ്ട് ഇക്വേഷനായിട്ടാണ് തന്നിരിക്കുന്നത്. എക്സ് ഒരു ഇക്വേഷൻ, വൈ വേറൊരു ഇക്വേഷൻ. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ല. ഈ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. ടി ആണെങ്കിൽ ടി വെച്ച് ഈ ഇക്വേഷൻ എഴുതണം. തീറ്റ ആണെങ്കിൽ ടിയുടെ സ്ഥാനത്ത് തീറ്റ വെച്ച് എഴുതണം. ആദ്യം ഡി വൈ ബൈ ഡി തീറ്റ കണ്ടുപിടിക്കാം. അതിനായിട്ട് നമ്മൾ വൈ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ആ ഇക്വേഷൻ എടുത്ത് ഡി വൈ ബൈ ഡി തീറ്റ. തീറ്റ വെച്ച് ഡെറിവേറ്റീവ് എടുക്കണം. എ അതേപടി എഴുതുക. 1ൻ്റെ ഡെറിവേറ്റീവ് 0. കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. നമുക്ക് എ ഇൻറ്റു സൈൻ തീറ്റ എന്ന് കിട്ടും. ഇത് രണ്ട് നെഗറ്റീവ് പോസിറ്റീവായിട്ട് വരും. അടുത്തത് നമുക്ക് വേണ്ടത് ഡി എക്സ് ബൈ ഡി തീറ്റയാണ്. ഡി എക്സ് ബൈ ഡി തീറ്റ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷൻ എടുത്ത് എഴുതാം. എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ. എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ. ഡി എക്സ് ബൈ ഡി തീറ്റ ഈസ് ഈക്വൽ ടു എ അതേപടി എഴുതുക.
തീറ്റയുടെ ഡെറിവേറ്റീവ് 1, കാരണം എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അതേപോലെ തന്നെ തീറ്റയുടെ ഡെറിവേറ്റീവ് 1 ആയിട്ടിടുക. മൈനസ് സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ. ഇത് നമ്മൾ ഈ ഇക്വേഷനകത്ത് കൊടുക്കുക. dy/dx ഈക്വൽ ടു dy/d വില a സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ അടുത്ത dx/d അതിൻ്റെ വില a ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. അപ്പോൾ ഇതാണ് ആൻസർ. ഇനി കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് സൈൻ തീറ്റ = 2 സൈൻ തീറ്റ/2 കോസ് തീറ്റ/2 എന്നെടുക്കാം. ഇത് സൈൻ 2θയുടെ ഇക്വേഷനിൽ നിന്ന് എഴുതിയെടുത്തതാണ്. സൈൻ 2θ = 2 സൈൻ തീറ്റ കോസ് തീറ്റ. 2θയ്ക്ക് പകരം തീറ്റ ആകുമ്പോൾ ഈ തീറ്റയ്ക്ക് പകരം തീറ്റ/2 ആകും. അടുത്ത് 1 മൈനസ് കോസ് 2θ = 2 സൈൻ സ്ക്വയർ തീറ്റ. 1 മൈനസ് കോസ് തീറ്റ ആകുമ്പോൾ 2 സൈൻ സ്ക്വയർ തീറ്റ/2 ആകും. 2θ എന്നുള്ളത് ഇവിടെ തീറ്റ ആയി. ഇപ്പോൾ തീറ്റ എന്നുള്ളത് തീറ്റ/2 ആയി. ഇതിനകത്ത് കൊടുക്കാം a ഇൻറ്റു 2 സൈൻ തീറ്റ/2 കോസ് തീറ്റ/2 ഡിവൈഡഡ് ബൈ ഇത് 1 മൈനസ് കോസ് തീറ്റയ്ക്ക് പകരം 2 സൈൻ സ്ക്വയർ തീറ്റ/2 സൈൻ സ്ക്വയർ തീറ്റ/2 a ഇൻറ്റു 1. അപ്പോൾ എയും കൂടെയാണ്. എയും പോയി 2 2 പോയി. സൈൻ തീറ്റ/2 ഒരു സൈൻ തീറ്റയും കൂടെ പിന്നെ വരുന്ന കോസ് തീറ്റ/2 ബൈ സൈൻ തീറ്റ/2. കോസ് ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കോട്ടാണ്. കോട്ട് തീറ്റ/2. Show that sin 10 degree into sin 50 degree sin 70 degree is equal to 1/8. sin 10 degree ഇൻറ്റു ഇത് രണ്ടും കൂടെ നമ്മൾ ഫോർമുല ഉപയോഗിക്കാൻ പോകും. sin b is equal to -1/2 ഇൻറ്റു cos a plus b മൈനസ് കോസ് a മൈനസ് b. a ആയിട്ട് 50 ഡിഗ്രി എടുക്കുക, b ആയിട്ട് 70 ഡിഗ്രി. സൈൻ 50 ഡിഗ്രി ഇൻറ്റു സൈൻ 70 ഡിഗ്രി ഇസ് ഈക്വൽ ടു -1/2 കോസ് a പ്ലസ് b. 50 ഡിഗ്രി പ്ലസ് 70 ഡിഗ്രി 50 ഡിഗ്രി പ്ലസ് 70 ഡിഗ്രി മൈനസ് കോസ് a മൈനസ് b. 50 ഡിഗ്രി മൈനസ് 70 ഡിഗ്രി ഈക്വൽ ടു -1/2 ഇൻറ്റു കോസ് 50 ഡിഗ്രി 70 ഡിഗ്രിയും കൂടെ കൂട്ടിയാൽ 120 ഡിഗ്രി മൈനസ് കോസ് 50 ഡിഗ്രി മൈനസ് 70 ഡിഗ്രി -20 ഡിഗ്രി ഈക്വൽ ടു -1/2 കോസ് 120 ഡിഗ്രി മൈനസ് കോസ് 20 ഡിഗ്രി. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ സൈൻ 10 ഡിഗ്രി ഇൻറ്റു സൈൻ 50 ഡിഗ്രി ഇൻറ്റു സൈൻ 70 ഡിഗ്രി. സൈൻ 10 ഡിഗ്രി അതേപടി എഴുതി
സൈൻ 50 ഡിഗ്രി സൈൻ 70 ഡിഗ്രിക്ക് പകരം -1/2 കോസ് 120 ഡിഗ്രി മൈനസ് കോസ് 20 ഡിഗ്രി. ഇനി നമ്മൾ കോസ് 120 ഡിഗ്രിയുടെ വില കണ്ടുപിടിക്കാൻ പോവാം. കോസ് 120 ഡിഗ്രി സീക്വൽ ടു കോസ് 90യുടെ മൾട്ടിപ്പിൾ വെച്ച് എഴുതാം. അപ്പോൾ 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി സീക്വൽ ടു കോസ് 180 ഡിഗ്രി നമുക്ക് 2 ഇൻറ്റു 90 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി 2 ഈവനാണ്, അതുകൊണ്ട് ചേഞ്ച് വരികയില്ല. ഓഡായിരിക്കുമ്പോഴാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ കോസ് അതേപടി വരും. കോസ് ആൻസർ അപ്പോൾ കോസ് 60 ഡിഗ്രി. ഇതാണ് ഈ ആംഗിളാണ് കോസിൻ്റെ കൂടെ എഴുതണം. 60 ഡിഗ്രി 120 ഡിഗ്രി എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്. 90ക്കും 180ക്കും ഇടയ്ക്ക്. ഇവിടെ കോസ് നെഗറ്റീവാണ്, സൈനാണ് പോസിറ്റീവ്. മൈനസ് കോസ് 60 ഡിഗ്രി സീക്വൽ ടു മൈനസ് 1/2. അപ്പോൾ ഈ വില നമ്മൾ ഇതിനകത്ത് കൊടുക്കുക. സീക്വൽ ടു സൈൻ 10 ഡിഗ്രി ഇൻറ്റു മൈനസ് 1/2 കോസ് 120യുടെ വില കിട്ടിയത് -1/2 -1/2 മൈനസ് കോസ് 20 ഡിഗ്രി -1. ഇനി നമ്മൾ താഴോട്ട് എഴുതാം. സീക്വൽ ടു സൈൻ 10 ഡിഗ്രി ഇൻറ്റു -1/2. ഇത് നമുക്ക് ആദ്യം എടുക്കാം. -1/2 ബ്രാക്കറ്റ് ഇൻറ്റു ബ്രാക്കറ്റിൽ -1/2 മൈനസ് കോസ് 20 ഡിഗ്രി. ഇനി ഇത് അകത്തേക്ക് ഗുണിച്ചെഴുതാൻ പോവാണ്. അപ്പം മൈനസ് ആയിരുന്നു. -1/2 സൈൻ 10 ഡിഗ്രി ഇൻറ്റു -1/2 വീണ്ടും ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കാം. -1/2 സൈൻ 10 ഡിഗ്രി ഇൻറ്റു മൈനസ് കോസ് 20 ഡിഗ്രി. അപ്പോൾ ഈ മൈനസും കൂടെ കൂടി പ്ലസ് ആവും. ഇത് പ്ലസ് ഇൻറ്റു 2 നെഗറ്റീവ് കൂടി പോസിറ്റീവായി. -1/2 ഇൻറ്റു -1/2 1/4 ആവും. 1/4 സൈൻ 1/4 സൈൻ 10 ഡിഗ്രി സൈൻ 10 ഡിഗ്രി പ്ലസ് 1/2 ഇൻറ്റു സൈൻ 10 കോസ് 10 പ്ലസ് 1/2 ഇൻറ്റു സൈൻ 10 ഡിഗ്രി കോസ് 20 ഡിഗ്രി. ഇനി ഇവിടെ ഒരു ഫോർമുല ഒന്നുകൂടെ ഉപയോഗിക്കണം. സൈന് കോസ് ബി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. അപ്പം 1/4 സൈൻ 10 ഡിഗ്രി അതേപടി എഴുതി പ്ലസ് 1/2. ഇനി ഫോർമുല ഉപയോഗിക്കാൻ പോവാം. ഇതിന് പകരമാണ് ഫോർമുല ഉപയോഗിക്കുന്നത്. അപ്പം സൈൻ 10 ഡിഗ്രി കോസ് 20 ഡിഗ്രി സീക്വൽ ടു ഹാഫ് ഇൻറ്റു സൈൻ എ പ്ലസ് ബി 10 20 കൂട്ടിയാൽ 30 ഡിഗ്രി പ്ലസ് സൈൻ
അടുത്തത് a-b ആണ്. a-b 10 ൽ നിന്ന് 20 കുറച്ചാൽ -10 ഡിഗ്രി. ഈ 1/2 പുറത്താണ്, അപ്പോൾ അത് നമ്മൾ എഴുതാൻ പോവാണ്. ഈ 1/2 ഇവിടെ ഉണ്ടായിരുന്നു. ഇനി ഇതിന് പകരം 1/2 sin 30 ഡിഗ്രി പ്ലസ് sin 10 ഡിഗ്രി. ഈ മൈനസ് പോയത് എന്തുകൊണ്ടാണ്? മൈനസ് ഇവിടെ പുറത്ത് വരും, കാരണം സൈൻ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ, കോസ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ. സൈനിൻ്റെ ബ്രാക്കറ്റിൽ മൈനസ് വന്നാൽ ആ മൈനസ് പുറത്തെടുക്കണം. കോസിൻ്റെ ബ്രാക്കറ്റിൽ മൈനസ് വന്നാൽ ഇത് പോകും. അപ്പം കോസ് മൈനസ് തീറ്റ കോസ് തീറ്റ. അതുകൊണ്ടാണ് സൈൻ -10 ഡിഗ്രി എന്നുള്ളത് മൈനസ് സൈൻ 10 ഡിഗ്രി ആയത്. ഇനി വീണ്ടും നമുക്ക് സൈൻ 30യുടെ വില കൊടുത്ത് അടുത്ത ലൈൻ 1 = 1/4 sin 10 ഡിഗ്രി 1/2 × 1/2 1/4 ബ്രാക്കറ്റിന് പകരം sin 30 1/2 മൈനസ് സൈൻ 10 ഡിഗ്രി മൈനസ് സൈൻ 10 ഡിഗ്രി = 1/4 sin 10 ഡിഗ്രി 1/4 × 1/2 1/8. ഇനി 1/4 ഇതോടെ ഗുണിക്കും, -1/4 sin 10 ഡിഗ്രി. ഇതും ഇതോടെ വെട്ടിപ്പോയിട്ട് ആൻസർ 1/8 എന്ന് വരും.